എനിക്ക് എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് അതേപോലെ കാണുന്ന അല്ല വേണ്ടത്. അതിൻ്റെ ഒരു ഒന്ന് എൻഹാൻസ്ഡ് വേർഷനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക. അത് ഉൾക്കൊള്ളാൻ പറ്റും. സത്യൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണങ്ങൾ ഞാൻ കണ്ടത് അങ്ങനെയാണ്. ആ ക്യാരക്ടറായിട്ട് ശ്രീനിവാസനെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. കാരണം എനിക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സബ്ജക്റ്റായിരുന്നു അത്. ആ ശ്രീനിവാസന് ആ ക്യാരക്ടർ വന്നതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടർ ഇപ്പോഴും എവർലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പിന്നെ പറ്റില്ല. ആർട്ടിസ്റ്റുകളെ വെച്ച് നമുക്ക് ചെയ്യാം, അന്നത്തെ പ്രഗത്ഭരായ ഏത് ആർട്ടിസ്റ്റ് വെച്ചും ചെയ്യാം. പക്ഷെ അത് വേറൊരു വിധത്തിൽ വേറിട്ട് നിൽക്കും. സത്യനെ എന്നെ സഹായിച്ച മുഴുവൻ അതിലെ മറ്റ് നടന്മാരാണ്. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അവരങ്ങ് ആയിക്കോളും. അത് വല്ലാത്തൊരു ചൈതന്യമാണ്. ഉർവശിയുടെ ക്യാരക്ടറൊക്കെ അങ്ങനെയാണ്. ശരിക്കും അതില് തട്ടാൻ, പൊന്മുട താറാവിനെ തട്ടാൻ ശരിക്കും വില്ലനാണ്. ശരിക്കും അവളെ പറ്റിച്ച മുഴുവൻ തട്ടാനല്ലേ. എനിക്ക് തോന്നിയിട്ടുള്ളത് അയ്യോ അങ്ങനെ കഴിച്ചില്ലല്ലോ എന്ന് ആദ്യം തോന്നി. പക്ഷെ പിന്നീട് ഈ തട്ടാൻ പറ്റിച്ചത് അറിയുമ്പം അയാൾക്കത് അങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഉർവശിയുടെ കഥാപാത്രത്തിനൊരു സ്ത്രീവിരുദ്ധത കാണാൻ കഴിയാതെ പോയതും. അത് KP ലളിതയുടെ അസാധ്യ പെർഫോമൻസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പടം ഒന്നുകൂടെ കാണുമ്പോൾ നോക്കിയാൽ മതി. അമ്മയുടെ ചോദ്യമുണ്ട്, ചെമ്പോ അതെങ്ങനെയാ ചെമ്പാവുന്നതെന്ന് ചോദിക്കുന്നത് അവരുടെ ഒരു പരിഭ്രമത്തിന്റെ ഒരു അവസ്ഥയാണ്. അത് ഇവര് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരിക്കലേ സാധിക്കുള്ളൂ. പൊന്മുട താറാവ് പോലെ ഒരു തിരക്കഥ ഒരിക്കലേ പറ്റൂ. ഈ സംഭാഷണങ്ങളൊക്കെ എഴുതുമ്പോഴേ അത് എങ്ങനെയെന്നുള്ളതാണ് ഈ രീതിയിൽ. അതായത് ജനങ്ങൾ ചിരിക്കണം എന്ന് വിചാരിച്ച് തന്നെ എഴുതുന്നതാണോ അല്ലെങ്കിൽ എഴുതി പോകുന്നു? നമ്മൾ ആ ലെവലിലേക്ക് നമ്മളെ മനസ്സ് കൊണ്ടുവരും, അവസ്ഥയിലേക്ക് അത് വരും. അതുകൊണ്ടല്ലേ എഴുതാൻ സാധിക്കുന്നത്. ഇപ്പവും കടവുള്ളിൻ കൂടെ ഇருக்கு. കാരണം ഞാനൊരു മലയാളി. എന്ന് പറഞ്ഞിട്ട് അവള് എഴുന്നേറ്റ് ഓടി ഇവൻ അന്തം വിട്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സത്യം എന്നോട് പറഞ്ഞു, ഇവിടെ നമുക്കൊരു പാട്ടാവാം. ആ പാട്ടാണ് തങ്കത്തോണി തെന്മലയോരം കണ്ട്, ജോൺസന്റെ പാട്ട്. എന്തൊരു പാട്ടായിരുന്നു അത്. ഇപ്പോഴും സത്യൻ അന്തിക്കാടുമായുള്ള സൗഹൃദത്തെ വിശേഷിപ്പിച്ചത് അവൻ എൻ്റെ ഒറ്റ പൂമരക്കാടാണ് എന്നാണ്. അത് സത്യനെ പോലെ സത്യം മാത്രമേ ഉള്ളൂ ആ സൗഹൃദത്തിന്. സോ ബ്യൂട്ടിഫുൾ. പൂമരക്കാടിന് ഒറ്റ പൂമരക്കാടാണ്. എഴുതിയ തിരക്കഥകളിൽ ഏറെ ഇഷ്ടം പൊന്മുട്ടയിടുന്ന താറാവിൻ്റെതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് കണ്ട അതേ ആവേശത്തോടെയാണ് ഇന്നും ഞങ്ങൾ ആ സിനിമയെ കാണുന്നത്. ആ സിനിമയിൽ അന്ന് അഭിനയിച്ച ആ സിനിമയെ അത്ര ഗംഭീരമാക്കിയ, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ അത്ര ഗംഭീരമാക്കിയ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഉർവശിയുടെ ഒരു മികച്ച കഥാപാത്രം കൂടിയായിരുന്നു എന്ന് ഉർവശി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹലത 1 മുതൽ 0 വരെ കഴിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന കഥകളിലൊന്നാണ്. അത് ഞാൻ ഒരു ദിവസം സത്യനോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അതിൻ്റെ എഴുത്ത് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞാൻ പിറവി ഷൂട്ട് ചെയ്യുമ്പോഴാണ് സത്യൻ അത് അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ സത്യനോട് പറഞ്ഞു, ശ്രീനിവാസൻ അഭിനയിക്കുകയാണെങ്കിൽ ആ ക്യാരക്ടറായിട്ട് ശ്രീനിവാസനെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണത്. കാരണം എനിക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സബ്ജക്റ്റായിരുന്നു അത്. എഴുതി തയ്യാറാക്കിയ ശേഷമാണ് സിനിമയെ പറ്റി ആലോചിക്കുന്നത്. ഞാൻ സത്യന് കൊടുക്കുന്നത് ആ സമയത്ത് കംപ്ലീറ്റ് ഏതാണ്ട് എൻ്റെ കയ്യിൽ അത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ സത്യന് ഫുൾ സ്ക്രിപ്റ്റാണ് വായിച്ചു കൊടുക്കുന്നത്. അല്ല, എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് എഴുതായിരുന്നോ അല്ലെങ്കിൽ അല്ല, അതിനു മുമ്പേ ഞാൻ എന്തായ രീതിയിൽ അങ്ങനെ എഴുതിയതായിരുന്നു. എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ എഴുതിയ അപൂർവം സിനിമകളേ ഉള്ളൂ. പക്ഷെ എല്ലാം അതിനു മുമ്പേ തന്നെ എൻ്റെ മനസ്സിലുണ്ടാവും. അതിൻ്റെ ഏറ്റവും ഭംഗി എന്താന്ന് വെച്ചാൽ അത് പൂർണ്ണമായും നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഡയമെൻഷനിൽ, ഒരു ഹൈ ഡയമെൻഷനിൽ കാണാൻ പറ്റുന്ന ഒരു സംവിധാനം കിട്ടുക എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് അതേപോലെ കാണുന്ന അല്ല വേണ്ടത്. അതിൻ്റെ ഒരു ഒന്ന് എൻഹാൻസ്ഡ് വേർഷനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക. അത് ഉൾക്കൊള്ളാൻ പറ്റും. സത്യൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണങ്ങൾ ഞാൻ കണ്ടത് അങ്ങനെയാണ്. സത്യന് ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റ് തിരക്കഥയൊന്നും തന്നെ സത്യൻ അതിനൊന്ന് എൻഹാൻസ്ഡ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ. പിന്നെ ഒരു സ്ക്രിപ്റ്റ് നമ്മളെ
ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നതെന്ന് എത്രത്തോളം അത് എഴുതുന്ന ആളെ അറിയുന്നുള്ളൂ. പൂർണ്ണമായും ഞാൻ കണ്ട എന്താ പറയുക 1 മുതൽ 0 വരെ എഴുതുമ്പോൾ കണ്ട 1 മുതൽ 0 വരെയാണ് ഞാൻ എഴുതി കഴിഞ്ഞപ്പോഴും പടം കണ്ട് കഴിഞ്ഞിട്ടും ഞാൻ അതിൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ് കാണുന്നത്. അതുപോലെ കാണാൻ പറ്റണം. അതിൽ അഭിനയിച്ച ആൾക്കാര് ഭയങ്കര പ്രഗത്ഭരായ ആൾക്കാരല്ലേ, എന്ത് രസമായിട്ട് ഓരോ ക്യാരക്ടേഴ്സ് അത് ചെയ്തിരിക്കുന്നത്. ശ്രീനിവാസന് ആ ക്യാരക്ടർ വന്നതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടർ ഇപ്പോഴും എവർലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ആലോചിക്കാൻ പറ്റില്ല. ആർട്ടിസ്റ്റുകളെ വെച്ച് നമുക്ക് ചെയ്യാം, അന്നത്തെ പ്രഗത്ഭരായ ഏത് ആർട്ടിസ്റ്റിനെ വെച്ചും ചെയ്യാം. പക്ഷെ അത് വേറെ വിധത്തിൽ വേറിട്ട് നിൽക്കും. ഇതില് തട്ടാന്റെ ക്യാരക്ടറെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ കൊണ്ടാണ് ഈ ക്യാരക്ടർ നിൽക്കുന്നത്. ആരും ഇല്ലല്ലോ ഇപ്പോഴും. അതൊരു വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു സൃഷ്ടിയായിരുന്നു. സത്യൻ അന്തിക്കാടിനൊപ്പം ചെയ്ത സിനിമകളിലൊക്കെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതായത് നായകനും നായികയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊപ്പം തന്നെ മറ്റുള്ള കഥാപാത്രങ്ങളും വരുന്നുണ്ടെന്നുള്ള, അവരും കൂടെയാണ് ആ സിനിമ. അത് സംവിധായകന്റെ പ്രത്യേകത കൊണ്ട് വന്നതാണോ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ തന്നെ പ്രത്യേകത? അതാണ്, സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പവറാണ് സംവിധായകന് വേണ്ടത്. ആ തിരക്കഥ കൺസീവ് ചെയ്യുക, തിരക്കഥയുടെ ഉൾപ്രതലം കണ്ടെത്തുക, മനസ്സ് കണ്ടെത്തുക. നമ്മളെ മിക്ക ആൾക്കാരും എഴുതുമ്പോഴേ നായകനും അതിന്റെ പ്രധാന കഥാപാത്രം 2 ആൾക്കാരും ഉണ്ട്, നായകൻ നായിക, നായികൻ. പക്ഷെ ജീവൻ കൊടുക്കുന്നത് മുഴുവൻ പശ്ചാത്തലമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, ബന്ധപ്പെട്ട മറ്റു കഥാപാത്രങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ജീവിതം നമ്മളൊരാൾ എത്തിപ്പെടുന്നതല്ലല്ലോ, നമ്മളെ എത്തിപ്പെടാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ചുറ്റുമില്ലേ. ഇപ്പം അത് സത്യന് മനസ്സിലാവും. സത്യൻ ചിന്തിക്കുന്ന സത്യനെ പറ്റി മാത്രമല്ല ജീവിതത്തിൽ, സത്യന്റെ ചുറ്റുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം, അതുകൊണ്ട് അങ്ങനെയൊക്കെ അത് വരാൻ പറ്റും. ഇതിലെ പൊന്മുട താറാവിലെ പല ചെറിയ കഥാപാത്രങ്ങൾക്കും അയാൾക്കും അയാളുടെ ഒരു കഥയുണ്ടാവും. ആ കഥ നമുക്ക് ആ ക്യാരക്ടറിന്റെ ഇന്ന് പിടിച്ചെടുക്കാനും പറ്റും. ഇപ്പൊ അതില് ശങ്കരാടിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ശങ്കരാടിയുടെ ക്യാരക്ടർ തലേ ദിവസം പകൽ സമയത്ത് ബാക്കിയുള്ളവർ ചീത്ത വിളിക്കുകയും വെറുതെ രാത്രി സമയത്ത് ആ പെൺകുട്ടിയുടെ സ്ത്രീയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ വെളിച്ചപ്പാട് ഇറങ്ങി വരികയും, വെളിച്ചപ്പാട് ഉണ്ടായിരുന്നു, നിങ്ങളെ കണ്ടിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയുമ്പോൾ അതിപ്പം പറയാൻ എന്നാ വേണ്ട നാളെ പറയാന്ന് പറയുന്ന ഒരു അവസ്ഥയില. ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു ഡയമെൻഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അപ്പോഴൊക്കെയാണ് അത് കിട്ടുക. അതിന് പോകാൻ പറ്റുന്ന ആർട്ടിസ്റ്റും കിട്ടണം. ഇപ്പൊ അതിൽ അഭിനയിച്ച് സത്യനെ എന്നെ സഹായിച്ച മുഴുവൻ അതിലെ മറ്റ് നടന്മാരാണ്. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, അവരങ്ങ് ആയിക്കോളും. അത് വല്ലാത്തൊരു ചൈതന്യാണ്. ഉർവശിയുടെ ക്യാരക്ടറൊക്കെ അങ്ങനെയാ. ശരിക്കും അതില് പൊന്മുട താറാവിലെ തട്ടാൻ ശരിക്കും വില്ലനാണ്. ശരിക്കും അവളെ പറ്റിച്ച മുഴുവൻ തട്ടാനല്ലേ. ഉർവശിയുടെ സ്നേഹലതയുടെ കഥാപാത്രം ശരിക്കും പറയാൻ ഇന്നസെന്റ് ആണ്. അവനൊന്ന് കുറച്ച് സ്വർണം പറ്റിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനെ പറ്റിക്കുന്ന വിചാരിച്ചിട്ടില്ല അവൻ. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീ തന്നെയാണ് ചോദിച്ചത് ആ കഥയില്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, അവരെന്നോട് ചോദിക്കുകയാണ്, ആ കഥയിലെ ഈ പെൺകുട്ടിക്ക് ഉർവശിയുടെ സ്നേഹലതയ്ക്ക് പെട്ടെന്ന് മനസ്സ് മാറുകയും അവളുടെ വിവാഹം നടക്കേണ്ട സമയത്ത് പെട്ടെന്ന് അവൾക്ക് എന്തോ സങ്കടം വന്നിട്ട് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് തോന്നിയിട്ട് ഇവനെ തന്നെയാണ് തട്ടാനെ കല്യാണം കഴിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതല്ല ചോദ്യമാണ്, ചെയ്തിരുന്നെങ്കിൽ അവരുടെ ജീവിതം എന്തായിരിക്കും അവസാനം എന്ന് ചോദിച്ചിട്ടുണ്ട്, ചോദ്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ തട്ടാനെ വല്ലാണ്ട് സ്നേഹിച്ചില്ലേന്ന്. ശരിയാണ്, ആ സ്ത്രീ പറയാണ്. ആ സ്ത്രീ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ അവർക്ക് മറ്റേ കല്യാണം കഴിച്ചപ്പോൾ ഈ സ്ത്രീക്ക് ഈ ക്യാരക്ടറിനോട് വല്ലാത്ത സ്നേഹം തോന്നി. ജീവിതവും സിനിമയും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്
അയ്യോ അങ്ങനെ കഴിച്ചില്ലല്ലോ എന്ന് ആദ്യം തോന്നി. പക്ഷെ പിന്നീട് ഈ തട്ടാൻ പറ്റിച്ചത് അറിയുമ്പം അയാൾക്കത് അങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഉർവശിന്റെ കഥാപാത്രത്തിനൊരു സ്ത്രീവിരുദ്ധത കാണാൻ കഴിയാതെ പോയതും. ഇതില് ഈസി ചോദിച്ചത് ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിരുന്നെങ്കിലും അവള് ഒരിക്കലും ഇത് അറിയാൻ പോകുന്നില്ല. അവള് എന്തെങ്കിലും വിധത്തില് ഈ മാല അവളതായ രീതിയിൽ ഉരുക്കാൻ കൊടുക്കുമ്പോഴേ അറിയുള്ളത് ഇത് ചെമ്പാണെന്ന്. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഈ തട്ടാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആ കഥ അവൻ അങ്ങനെ മാറ്റും. പക്ഷെ ഞാൻ അത് രസിച്ചു പോയത് ഈ ചോദ്യകർത്താവിന് സിനിമയുടെ ആ ഇൻവോൾവ്മെന്റ് വല്ലാതെ അങ്ങ് വന്നു. അതിനൊരു ഭാഗമുണ്ട്, അത് കെ.പി. ലളിതയുടെ അസാധ്യ പെർഫോമൻസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പടം ഒന്നുകൂടെ കാണുമ്പോൾ നോക്കിയാൽ മതി. ഇത് അമ്മയും അച്ഛനും മകൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഈ സ്വർണം പറ്റിച്ചെടുക്കുകയാണ്. 10 പവൻ അവൻ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കുകയും അവനെക്കുറിച്ച് മാത്രം നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് ഇങ്ങനെ പൊന്തിക്കുകയും ചെയ്യുകയും ഇവനെ കാണുന്നിടത്തൊക്കെ വെച്ചിട്ട് തമാശയാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ അച്ഛനും അമ്മയും. അവസാനം ചെമ്പാന്ന് അറിഞ്ഞപ്പോഴേ വീട്ടിൽ വന്നിട്ട് അത് ചെമ്പാണ് കൊടുത്തതെന്ന് പറയുമ്പം ഈ അമ്മയുടെ ചോദ്യമുണ്ട്, ചെമ്പോ അതെങ്ങനെയാ ചെമ്പാവുന്നതെന്ന് ചോദിക്കുന്നത്. അവരുടെ ഒരു പരിഭ്രമത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. അത് ഇവര് കാണിച്ചിരിക്കുന്നത് പറ്റിക്കപ്പെട്ടു എന്ന് അപകടത്തിൽ പെട്ടു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ്. പറ്റിക്കപ്പെട്ടതോ അതിനോട് ദേഷ്യമൊന്നുമല്ല, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ സിനിമ മുമ്പില്, അമ്മയുടെ മുമ്പില്. വല്ലാത്തൊരു അവസ്ഥ, അതൊരു അവസ്ഥ തന്നെയാണ്. അത് കെ.പി. ലളിത ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണത്. പടത്തിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് സത്യനെടുത്ത അവസ്ഥ അതിമനോഹരമാണത്. അവരുടെ പെർഫോമൻസ് അതൊന്നും എളുപ്പമല്ല അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഈ ജയറാമിന്റെ ക്യാരക്ടറിന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് അവരെല്ലാ ദുരന്തത്തും മാറിപ്പോകുന്നത്. പിന്നെ അതിലേറ്റവും വലിയൊരു സംഭവമാണ് ഹാജിയാരുടെ ഭാര്യ, അവരെ കാണിക്കുന്ന സീനും അത് സത്യം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായി. അതേപോലെ തന്നെ അടിപിടി രംഗം വരുന്നിടത്ത് അവിടെ ശരിക്കും തെറിവിളി നടക്കുന്നുണ്ട്. പക്ഷെ അത് പ്രേക്ഷകർ കേൾക്കുന്നില്ല. പറ്റും ഒരൊറ്റ ചെവിപൊത്തലിലൂടെയാണ് ജഗതിയുടെ ഒരു എനിക്കും ഇഷ്ടമല്ല കാണിക്കാൻ നമ്മള് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അവരവിടെ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് പോലും അറിയില്ല. പക്ഷെ ഞാനത് അങ്ങ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അത് വേറെ നിവൃത്തിയില്ല. അത് രസമാണ്. അതിന്റെ നല്ല ഹ്യൂമറുണ്ട്. കൃഷ്ണുടി നേരെ വീഴ്ച, അയാളുടെ അച്ഛന്റെ സ്നേഹം, മകനായിട്ടുള്ള ബന്ധം, രസം, ഇതൊക്കെ ഒരിക്കലേ സാധിക്കുള്ളൂ. പൊന്മുട്ട താറാവ് പോലെ ഒരു തിരക്കഥ ഒരിക്കലേ പറ്റുള്ളൂ. അതുപോലത്തെ വേറെ ഒന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നോട് പലരും ചോദിക്കും, ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും അതുപോലത്തെ ഒരു സാധിക്കില്ല. ഇല്ല, ഒരു പുഷ്പം അത്രേ ഉള്ളൂ. ആ ചെടിയിൽ ഒരു പുഷ്പേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ അതേ സാധിക്കുള്ളൂ. ഒരു സിനിമ പോലെ, ഒരു തിരക്കഥ പോലെ വേറെ തിരക്കഥ എഴുതാൻ പറ്റില്ല. അപ്പൊ അതില് ഈ പറഞ്ഞ സീൻ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു പ്രതീക്ഷിച്ചിരുന്നോ എഴുതുന്ന സമയത്ത്? നമുക്കറിയില്ല. ഞാൻ ഒരിക്കലും അതിന്റെ റിസൾട്ട് ചിന്തിക്കാറില്ല. ആയിക്കഴിഞ്ഞു, വിശപ്പ് മാറുമോ, മനസ്സിന്റെ ഇത് വിശപ്പ് മാറിയിട്ടും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അനുഗ്രഹമായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈവൺ ഈ പടം റിലീസാകുമ്പോഴും ഞങ്ങൾ വളരെ തുറന്ന് പറയാം, ഞാൻ ഇതിന്റെ കമേഴ്ഷ്യൽ സക്സസ് ഒന്നും ആലോചിക്കാറില്ല. വാസ്തു നമുക്ക് അറിയില്ലല്ലോ. പരീക്ഷ എഴുതുന്ന പോലെയല്ലേ, പഠിക്കുന്നു, പഠിച്ച കാലം ചോദ്യം വരുമോയെന്ന് അറിയില്ല, അത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഉത്തരം ശരിയാണോ എന്നറിയില്ല. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. എഴുതുമ്പോഴേ ഇത് പ്രേക്ഷകൻ കാണുന്ന ഒരു അവസ്ഥ എൻ്റെ മനസ്സിൽ വരാറേ ഇല്ല, ഇന്നുവരെ വന്നിട്ടില്ല. ഇപ്പോഴും എഴുതുന്ന സാധനങ്ങൾക്കോ അല്ലെങ്കിൽ വായിക്കുന്ന കഥകൾ എഴുതി കഴിഞ്ഞാൽ അത് വായിക്കുന്നവൻ്റെ മനസ്സത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുമൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് കഴിയുന്ന എന്നിൽ നിന്ന് വരുന്നത് ഞാൻ എഴുതുന്നു. അത് അതിൻ്റെ ആ ലഹരിയോട് കൂടി എഴുതുന്നു. ഞാൻ ചിലപ്പം എഴുതുന്ന സമയത്ത് ചിരിക്കാറുണ്ട്, കരയാറുണ്ട്. എൻ്റെ സ്മിത വന്നിട്ട് തലയൊക്കെ തടവി തരാറുണ്ട്. തല തൊട്ടൊക്കെ ചൂടൊക്കെ തോന്നും അവൾക്ക്. അങ്ങനെയൊക്കെയാണ്. മേലേപ്രമിൽ ആൺവീടൊക്കെ എഴുതുമ്പോൾ എത്രയോ തവണ അവള് തലയൊക്കെ തടവി തന്നിട്ടുണ്ട്. അത്രയ്ക്കേ പറയാൻ ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതിയ
പൊന്മുട്ടുന്ന താറാവിലെ ഉർവശി അഭിനയിക്കാനും ഉർവശിയുടെ ക്യാരക്ടർ വരാനും ഒക്കെ ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്ന. സത്യനത് കൊടുക്കാൻ സാധിക്കുന്നതും എല്ലാം. ഇപ്പോഴെനിക്ക് തോന്നുന്നു, ഇപ്പോൾ ദേവദൂതൻ ഇങ്ങനെ റിലീസാകുമ്പോൾ റിലീസ് വെച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് സക്സസ് ആവുന്നു. അത് ഞാൻ പറയുകയും ചെയ്തു. ആർക്കും അങ്ങനെ തോന്നിയിട്ടൊന്നും എനിക്ക് അറിയില്ല. ഈവൻ എന്നോട് ലാല് ചോദിച്ചു ഉറപ്പാണോ എന്ന്. ഞാൻ പറഞ്ഞു ഉറപ്പാണ്, സക്സസ് ആവും. അതവിടെ ചോദിക്കാൻ കാരണം അതിൻ്റെ പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പടത്തിന് പ്രസ് മീറ്റിംഗ് എന്ന് പറയാതെ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇത് സക്സസ് ആവും, വിജയിക്കും, തവണ വിജയിച്ചു. എത്രയോ പേര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാതെ ലാസ്റ്റ് പാട്ടും കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. രസമാണ്. ചിലപ്പോൾ കാലം തെറ്റി ഇറങ്ങുന്നൊക്കെ പറഞ്ഞൊന്നും ഞാൻ യോജിക്കില്ല. കാലം നമ്മുടെ കയ്യിലൊന്നും അല്ലല്ലോ. എനിക്ക് എന്തോ ഭാഗ്യത്തിന് എൻ്റെ കൂടെ വന്ന ഈ ഡയറക്ടേഴ്സ് ഒക്കെ എനിക്ക് അങ്ങ് സാധിച്ചിട്ടുണ്ട്. സത്യേട്ടനൊപ്പം തന്നെ പിന്നീട് മഴവിൽക്കാവടി, എന്നും നന്മകള്, സന്താനഗോപാലം, പിൻഗാമി. അതില് എനിക്ക് തോന്നുന്നു അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുള്ളൊരു സിനിമയാണ് എന്നും നന്മകള്. നല്ലൊരു ചിത്രമായിരുന്നു. ഇതേപോലെ തന്നെ പിന്നെ ശ്രീനിവാസന്റെ കർക്കശക്കാരനായ ഒരു ആയുർവേദ ഡോക്ടർ, പിന്നെ തോറ്റ MLA ഇന്നസെന്റ്. അയ്യോ, തോറ്റ MLA ഞാൻ പിന്നീട് കണ്ടിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടറിനെ കണ്ടിരുന്നു. അതായത് തോറ്റ MLA എന്നാണ് ആൾക്കാർ വിളിക്കാറ്. അങ്ങനെ കഥാപാത്രം ഉണ്ടായിരുന്നു, റിയൽ ലൈഫിലുണ്ട്. ശരി, എഴുതിയതിനു ശേഷം ഇതിനു ശേഷം കുറെ കഴിഞ്ഞപ്പോഴേ എപ്പോഴോ എവിടെയോ വെച്ചിട്ട് എന്നൊക്കെ അയാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഞാൻ തോറ്റ MLA ആണ്, അതുകൊണ്ട് പരിചയപ്പെട്ടത് എന്നെ അങ്ങനെ വിളിക്കാറുണ്ട് ആൾക്കാർ. അതിനകത്ത് ഇന്നസെന്റിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ തോറ്റ MLA ആണ്. ഈ പിന്നെ ശരണ്യയുടെ അടുത്ത് ജയിച്ചവരൊക്കെ തിരുവനന്തപുരത്തും അസംബ്ലിയിലും അലഞ്ഞു തിരിച്ച് നടക്കുകയാണ്. ഏതാണ്ടൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥയും. ഈ സംഭാഷണങ്ങളൊക്കെ എഴുതുമ്പോഴേ അത് എങ്ങനെയെന്നുള്ളതാണ് ഈ രീതിയിൽ. അതായത് ജനങ്ങൾ ചിരിക്കണല്ലോ, ചിരിക്കണം എന്ന് വിചാരിച്ച് തന്നെ എഴുതുന്നതാണോ അല്ലെങ്കിൽ എഴുതി പോകുന്നത്? നമ്മൾ ആ ലെവലിലേക്ക് നമ്മളെ മനസ്സ് കൊണ്ടുവരണം, അവസ്ഥയിലേക്ക്. അത് വരും. അതുകൊണ്ടല്ലേ എഴുതാൻ സാധിക്കുന്നത്. എന്നോട് പല ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ആ ഡയലോഗ് എങ്ങനെയാണ് എഴുതിയത്, ഈ ഡയലോഗ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെയൊക്കെ എന്താ കുട്ടികൾക്ക് ഉത്തരം പറയുക? അവിടെ പറയും ഞാൻ ലൈഫ് ഒബ്സർവ് ചെയ്യാൻ പറയും, അവരുടെ രസികത്വത്തോടെ ജീവിതം കാണാൻ പറയും. നമ്മുടെ ഇപ്പം വിശപ്പും കാര്യങ്ങളൊക്കെയാണ് മനുഷ്യനെ നിരാശപ്പെടുത്തുക, അനുഭവങ്ങളും സാമ്പത്തിക വിഷമങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജീവിതം, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് സാധിക്കുമെങ്കിൽ എല്ലാവർക്കും എന്നേക്കാൾ നന്നായിട്ട് സാധിക്കും. ജീവിതത്തിന് അതിൻ്റെ ഒരു ലാഘവത്വത്തോടെയും ഒരു നർമ്മത്തോടെയും കാണുക, അത്രേ പറ്റുള്ളൂ. ദുരന്തങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുക. ദുരന്തങ്ങൾ ഉണ്ടാവും. ബോധപൂർവം നമ്മളൊരു വിഷമഘട്ടത്തിലേക്ക് എന്ത് ചെയ്യും എത്തിപ്പെടുകയാണെങ്കിലും അതിനൊരു ചെറിയ നർമ്മത്തോടെ സ്വീകരിക്കാന്ന് പറയുന്നത്. അതായത് വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കാന്ന് പറയുന്നത്, ചേർത്തണയ്ക്കുക. അപ്പൊ ഒരു വിഷമഘട്ടത്തിനെ പോലും നമ്മൾ ഇത്തിരി നർമ്മത്തോടെ കാണുമ്പോൾ ആ നർമ്മം ആ വിഷമത്തിന് ലേശം ഒന്ന് ലഘൂകരിക്കും. അപ്പൊ നമുക്കൊരു വാത്സല്യത്തോടെ അതിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും. എന്നും നമ്മൾ പരിഹരിച്ചല്ലേ പറ്റും. സിനിമയുടെ ജീവനായ പഴനി കാണാതെയാണ് മഴവിൽക്കാവടി എന്നുള്ള സിനിമ എഴുതിയതെന്ന് സത്യൻ അന്തിക്കാട് തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷെ ആളുകൾക്ക് അത് പഴനി കാണാതെയാണ് എഴുതിയതെന്ന് ഒരിക്കലും ഫീൽ ചെയ്തിട്ടുമില്ല. അപ്പൊ ഒരിക്കൽ പോലും കാണാതെ അങ്ങനെ ഒരു എഴുത്ത് എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ്. കുട്ടിക്കാലത്തോ മറ്റോ കണ്ടിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 3.5 വയസ്സിലും കണ്ടാണ് അമ്മ എന്നെ ഒക്കത്ത് വെച്ചിട്ട് പഴനിക്ക് പോകുന്നത്, അമ്മയും അച്ഛനും. അന്ന് ഞാൻ അമ്മയുടെ കൂടെ ഉണ്ട്. ഒരു പക്ഷേ ബാക്കി ആരും ഉണ്ടായിട്ടുണ്ടാവില്ല അന്ന്. എൻ്റെ ഏട്ടന് ഞാനും തമ്മിൽ 1.5 വയസ്സിൻ്റെ വ്യത്യാസം. ചിലപ്പോൾ ഏട്ടനെ കൂട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഏട്ടൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ 3.5 വയസ്സിൽ എന്നെ ഒക്കത്തെടുത്തിട്ട് അമ്മ പഴനിമല കയറിയിട്ടുണ്ട്. അതുണ്ടാവും നമ്മുടെ മനസ്സിൽ. അപ്പം ഇത് എഴുതുന്ന സമയത്ത് പഴനിയിലേക്ക് പോവാൻ അവൻ തീരുമാനിക്കുകയും ഞാൻ പഴനിക്കാണ് പോകുന്നതെന്ന് പറയും. മുത്തശ്ശി നീ പഴനി നീയാണ് വേലായുധൻ സാക്ഷാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പഴനിക്ക് അയക്കുന്ന ആ മൊമെന്റിൽ എൻ്റെ ഉള്ളിലെ ഞാൻ കണ്ട പഴനി, 3 വയസ്സിൽ കണ്ട പഴനി ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. അത് എനിക്ക് സത്യൻ അവിടെ നിന്ന് എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ടാണ് പറയുന്നത്. അൺബിലീവബിൾ ആണെന്ന് പറയുന്നത്. സത്യനെ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ പോയിട്ടില്ല. സത്യനോട് പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ട്, നീ എന്താണ് എഴുതിയതൊക്കെ ഇവിടെ ഉണ്ട്. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
അതുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് എഴുതിയത്, അത്രയൊക്കെ പറയാൻ പറ്റും ഓരോന്നും. പിന്നെ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഏറ്റവും വലിയ തമാശ എന്താ അറിയോ, അത്ഭുതം എന്താ അറിയോ, ഞാനത് എഴുതി, അതെനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഷൊർണൂരെത്തി. ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. സത്യനുണ്ട്. സത്യൻ്റെ മുറിയുടെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്, ഞാൻ എൻ്റെ മുറി. ഞാൻ സത്യന് അതിൻ്റെ കോപ്പി കൊടുത്തു. നാളെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. രാത്രി ഇരുന്നിട്ട് ഞാനൊന്ന് വായിച്ചു. അത് വായിച്ചപ്പോൾ എനിക്ക് ചില സ്ഥലത്തൊക്കെ ചില മാറ്റങ്ങൾ വേണം തോന്നി. അങ്ങനെ തോന്നാത്തതാണ്, പക്ഷെ എനിക്ക് തോന്നി. അപ്പം ഞാനത് അവിടെയൊക്കെ തന്നെ എഴുതി വെച്ചു. കാരണം സത്യനപ്പുറത്തെ മുറി ഇരുന്നിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ എഴുതി വെച്ചു ഓരോന്ന്. 11 സ്ഥലങ്ങളിൽ ഞാൻ എഴുതി വെച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ സത്യനടുത്തെത്തി. പിറ്റേന്ന് അടുത്ത ദിവസം തുടങ്ങും ഷൂട്ടിങ്. അപ്പം ഇതൊന്ന് എഴുതി തീർക്കാനുള്ള സമയം എനിക്ക് വേണം. ഞാൻ സത്യനടുത്തെത്തി. സത്യം ഭയങ്കര സന്തോഷം, സത്യം ഭയങ്കര ഹാപ്പി. ഞാൻ സത്യനോട് പറഞ്ഞു, നീ ഇത് വായിച്ചു ചോദിച്ചു. സത്യം പറഞ്ഞു, ഞാൻ വായിച്ചു എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് കുറച്ച് കറക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് അതും കൂടെ ചെയ്യാനുള്ള സമയം തരണം. സത്യം ചോദിച്ചാൽ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വീണ്ടും സ്ക്രിപ്റ്റ് തുറന്ന് ഈ 11 സ്ഥലങ്ങളുടെ പേജ് എടുത്ത് സത്യന് ആദ്യം കൊടുത്തു. ഇത്രയും ഭാഗങ്ങളിൽ എനിക്ക് ചെറിയ കറക്ഷൻസ് കാര്യമായിട്ടുണ്ട്, അത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ. അപ്പോൾ സത്യം ചിരിക്കുന്നുണ്ട്. അങ്ങനെ 11 എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാനിത് ഇന്നലെ വായിച്ചു. സത്യം വേറൊരു പേജ് എടുത്തു തന്നു. ഞാൻ എവിടെയൊക്കെയാണോ ഇത് എഴുതിയ അവിടെയൊക്കെ സത്യനും എഴുതി വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ലൈഫിലെ വലിയൊരു അത്ഭുതമായിരുന്നു. ഈ എന്താ പറയുക, സിങ്കാവല്ല, എന്തോ ഒരു എവിടെയൊക്കെയാണെന്നുള്ളത് അത്ഭുതമായിരുന്നു എനിക്ക്. നീ രഘു ഒന്നും പക്ഷേ വേണ്ട, രഘു ചെയ്തോ, ഞാൻ ഷൂട്ട് ചെയ്തോളാം. ഒരു സ്ഥലത്ത് അവിടെ സത്യനോട് സജസ്റ്റ് ചെയ്താണ്. അതിൽ ഈവൻ ജയറാമിൻ്റെ കഥാപാത്രം ലളിതംകുട്ടി സ്നേഹലതല്ല എന്താണ് ആനന്ദവല്ലിയോട് പറയുന്നുണ്ട്, എനിക്ക് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മലയാളി പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പം അവളുടെ മറുപടി, ഞാൻ എപ്പോഴും പറയും, എന്ത് ചോദിച്ചാലും കടവുൾ എനിക്ക് തരും. തമിഴിലാണ് പറയുന്നത്. ഇപ്പവും കടവുൾ എൻ കൂടെ ഇருக்கு, കാരണം ഞാനൊരു മലയാളി. എന്ന് പറഞ്ഞിട്ട് അവള് എഴുന്നേറ്റ് ഓടുകയും ഇവൻ അന്തം വിട്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സത്യം എന്നോട് പറഞ്ഞു, ഇവിടെ നമുക്കൊരു പാട്ടാവാം. ഞാൻ റെഡി എന്ന് പറഞ്ഞു. അവിടെ അടുത്ത സീനിലേക്ക് അടക്കുക, പാട്ടാവാം. ആ പാട്ടാണ് തങ്കത്തോണി തെന്മലയോരം കണ്ടത്. സത്യം ത്രില്ലടിച്ചാ പറഞ്ഞത്, ഇവിടെ നമുക്കൊരു പാട്ടാവാം. ശരി, ജോൺസന്റെ പാട്ട് എന്തൊരു പാട്ടായിരുന്നത്. ഇപ്പോഴും നല്ല മ്യൂസിക് അല്ലേ ജോൺസന്റെ. അതെ അതെ, കുറെ എനിക്ക് ഒരുപാട് സിനിമകളിൽ ജോൺസൺ മാഷ് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ സത്യന്റെ ഒരുവിധം പടങ്ങളെല്ലാം ജോൺസൺ തന്നെ. പൊന്മുട്ടയിരുന്ന താറാവും മാഷ് ജോൺസൺ മാഷ് എല്ലാം. ഈവൻ അതുപോലെ എനിക്ക് മധുസൂദനൻ നായർ പാട്ട് എഴുതിയ പാടാണ് എന്ന് സന്താന ഗോപാൽ. എന്താ വരികള്, സാധാരണ വരി. മധുസൂദനൻ നായരുടെ കൂടെ ഒക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഭാഗ്യല്ലേ. അതുപോലെ ഭാസ്കരൻ മാഷ് എഴുതിയ കുന്നിമണി ചെപ്പ് തുറന്ന് ONV ആണ്. അത് ONV ആണ്. ഭാസ്കരൻ മാഷ് എനിക്ക് മുമ്പ് നസീമയിലായിരുന്നു ഭാസ്കരൻ മാഷ് എഴുതിയത്. ഭാസ്കരൻ മാഷൊക്കെ പാട്ടൊക്കെ ഞാൻ വരി മൂഡ് പറഞ്ഞു കൊടുക്കും, സിറ്റുവേഷൻ പറയും, ഇങ്ങനെയാണെന്ന് പറയും, ക്യാരക്ടറിൻ്റെ ഇതും പറയും. ഒറ്റ എഴുത്താണ്, മിഴിച്ചിരുന്നിട്ടുണ്ട് ഞാൻ. അതൊക്കെ അത്ഭുത പ്രതിഭകളാണ്. ഇപ്പം മഴവിൽക്കാവടിയിലേക്ക് വരുമ്പം തന്നെ അതും ഉർവശിയുടെ ഒരു മികച്ച കഥാപാത്രമായിരുന്നു എന്നുള്ളതാണ്. ആനന്ദവല്ലി അത് എഴുതുമ്പം ഉള്ളിൽ ഉർവശി തന്നെയായിരുന്നു ഉണ്ടായിരുന്നു ഏതാണ്ടൊക്കെ. ഞങ്ങള് പിന്നെ ഒരുവിധം എഴുതി വരുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും കഥാപാത്രം. കൃഷ്ണൻകുട്ടി നായർ ഒക്കെ വരും മനസ്സിൽ.
കുഞ്ഞിക്കാദർ നാട്ടിലേക്ക് വരുന്നൊരു സീനുണ്ട് കോട്ട് വിട്ടിട്ട്. എന്താ തിയേറ്ററിലെ കയ്യടി അതെ അതെ, അതൊരു ഓരോ സീനും. അവൻ ദൂരത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ദൂരത്ത് ഇങ്ങനെ കയറി 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 വരുന്ന ഷോട്ടാണ് ഫസ്റ്റ് ഷോട്ട്. കുഞ്ഞിക്കാദർ വരുന്നത്, നാട്ടിലേക്ക് വരുന്നത്. വീട്ടിലെത്തിയിട്ട് അവിടെ എത്തിയിട്ട് ആദ്യം ചെയ്യുന്നത് ഇവന്റെ പോക്കറ്റ് അടിക്കുക ചെയ്യുന്നു, മീശയില്ല വാസുവിന്റെ. പിന്നെ ഈ കഥാപാത്രങ്ങൾ അതുപോലെ മീശയില്ല വാസുവിനെ ഞാൻ പറവൂർ ബർദനെ ഒരു ദിവസം ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം വളരെ ആദരവോടുകൂടി എന്നോട് പറഞ്ഞു, സാർ ഞാൻ സാറിന്റെ മീശയില്ല വാസുവാണെന്ന്. പറവൂർ ബർദനാണ് ഞങ്ങൾ സംസാരിക്കും, അദ്ദേഹം ആദ്യം എന്നോട് പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞു സാറിന്റെ മീശയില്ല വാസുവാണെന്നുണ്ട്. അതൊക്കെ വല്ലാത്തൊരു അനുഭവം. ഞാൻ കെട്ടിപ്പിടിച്ച ആ മനുഷ്യന്. ഇതിൻ്റെയൊക്കെ വേറൊരു പോയട്രി എന്താന്ന് വെച്ചാൽ, ഈ ഇപ്പൊ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇതിനൊക്കെ ആസ്വദിക്കുന്ന ഒരു അവസ്ഥ മനോഹരമാണ്. ഞങ്ങളൊക്കെ ആ കഥാപാത്രത്തൊക്കെയാണ് സംസാരിക്കുക. എനിക്ക് ഒടുവിലൊക്കെയുള്ള സ്നേഹം എന്താ വെച്ചാൽ, ആ പടം തീരുമ്പോൾ വരെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഞാൻ മറന്നുപോകും. കഥാപാത്രത്തെ അത് ഭയങ്കര രസമല്ല. അവർ സംസാരിക്കുന്നൊക്കെ ഏതാണ്ടൊക്കെ ആ മൂഡിലൊക്കെ ആയിരിക്കും. എന്നോടൊക്കെ ഒടുവിലൊക്കെ പ്രത്യേകിച്ച് എൻ്റെ ഒരു സങ്കടമുണ്ട്. എനിക്ക് ഇദ്ദേഹം മാമുക്കോയ, ഞാൻ ലാസ്റ്റിലൊക്കെ മാമുക്കോയെ കാണുമ്പോൾ മാമുക്കോയൊക്കെ വലിയ ആഗ്രഹം ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. ഞാനൊരു കഥ മാമുക്കോയുടെ ഒക്കെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തിലെ വലിയൊരു ചെറിയൊരു കഥാപാത്രമായിക്കൊണ്ട് ഒരു കഥ തമാശ രൂപത്തിലും മാമുക്കോട് പറഞ്ഞു തന്നു. മാമുക്കോയെ കയ്യും പിടിച്ചിങ്ങനെ ഇരുന്ന് കേട്ടിരുന്നു. അത് എന്താ കാണുന്നത് വെച്ചാൽ, ഒരു കല്യാണ മണ്ഡപത്തിൽ ഞാൻ പോയതാണ്. അവിടെ അദ്ദേഹം കല്യാണം വന്ന സമയത്ത് തിരിച്ചു പോകുന്ന കാറിൻ്റെ ഉള്ളിൽ അദ്ദേഹവും ഞാൻ പുറത്തുമാണ്. അപ്പം കയ്യും പിടിച്ചെന്ന് കുറേ നേരം സംസാരിച്ചിട്ട് നമുക്കത് ഞാൻ എഴുതി തുടങ്ങാം, ഇത് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞതാണ്. പിന്നെ മാമുക്കനെ കണ്ടിട്ടില്ല. അതെൻ്റെ ഒരു മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മഴവിൽക്കാവടിയെ പറ്റി തന്നെ ഒരു വിമർശനം വന്നതിനെ കുറിച്ച് എഴുതിയിരുന്നല്ലോ. അതായത് തിയേറ്ററിലെ ആളുകൾ ചിരിച്ചു മറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് പേര് എവിടെയോ വെച്ചിട്ട് കണ്ട ഒരാൾ വിമർശിച്ചതിനെ പറ്റി ഒരിക്കലും എഴുതിയിരുന്നല്ലോ. അതായത് എന്ത് സിനിമ, താടിയും മുടിയും അമ്പട്ടപ്പണിയും അല്ലേ? എങ്ങനെ കാണുന്നു അത്തരം വിമർശനങ്ങളെ? അതൊക്കെ സന്തോഷമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ കണ്ടത് അല്ലെങ്കിൽ എന്തതിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നോ അതിനുണ്ടെന്ന് 10 ആൾ പറയുന്നുണ്ടെങ്കിൽ, 10 പേർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ 11ാമത്തെ ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് സാരില്ല. അതൊന്നും അത്രയേ കാണണ്ടോ. ഞാനത് ആസ്വദിച്ചു. ഞാൻ അവിടെ സ്ഥലം വിട്ടു. കാരണം അത് ഞാനാണെന്ന് അറിയില്ല അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്നത്. ഒരു കടക്കാരനാണ് ചോദിക്കുന്നത്, പടം കണ്ട് ഇറങ്ങി വന്നപ്പം ചോദിച്ചത് എങ്ങനെയുള്ളൂ. അത് വെറും താടി വെട്ടലും ഷേവിങ്ങും കട്ടിങ്ങും വെറും അമ്പടെ പണി, എന്ത് പടാന്ന് അയാൾ പോയി. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ എഴുതിയ സംഗതി ഞാൻ വീണ്ടും എഴുതാണെങ്കിൽ മാറ്റുമോ? ഇല്ല, ഞാൻ എല്ലാം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടാകും, ഒന്നും മാറില്ല. ഇതൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ എഴുതി കഴിഞ്ഞാൽ ഞാനത് മറക്കും. എൻ്റെ സിനിമകൾ പോലും ഞാൻ കുറച്ച് എപ്പോഴൊന്നും കാണാറില്ല. ചില ഭാഗങ്ങളൊക്കെ ഞാൻ കാണും. 1 മുതൽ 0 വരെ കാണുമ്പോൾ ഇപ്പം ഞാൻ 1 മുതൽ 0 വരെ ഞാൻ കഴിഞ്ഞത് ഞാൻ മുഴുവൻ എൻ്റെ മനസ്സ് മുഴുവൻ വേദനിച്ചത് ഷാജിയെ മിസ്സിങ് ആണ്. ഷാജിയായിട്ടുള്ള മിസ്സിങ്. അതുപോലെ എനിക്ക് മിസ് ചെയ്ത ഒരുപാട് നടന്മാരുണ്ട്, നടികളുണ്ട്, കവിയൂർ പൊന്നമ്മ മുതൽ എല്ലാവരും ഉണ്ട്. അത് ഞാനിപ്പോൾ പേഴ്സണലായിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ലല്ലോ. സന്താന ഗോപാലൻ ഞാൻ കാണുമ്പോൾ എനിക്ക് തിലകൻ മുതൽ എല്ലാവരെയും വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട്. അവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. സത്യനെ ഫീൽ ചെയ്യാറുണ്ട് പല പടങ്ങളും കാണുമ്പോഴും. ഈവൻ രാജശേഖരനെ ഫീൽ ചെയ്യാറുണ്ട്. പിൻഗാമി എനിക്കൊന്ന് 2 പേരുടെ ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു. വേണമെങ്കിൽ അതിനൊരു റിവെഞ്ച് ത്രില്ലർ എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നു. അതിലെ തിലകന്റെയും മോഹൻലാലിന്റെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുമുണ്ട്. അത്തരമൊരു സിനിമ എന്നുള്ള ആശയം അത് കാരണം അതുവരെ എഴുതിയ സിനിമകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു സിനിമയായിരുന്നല്ലോ. കുമാരേട്ടൻ എന്നുള്ളൊരു കഥാപാത്രം ജീവിച്ചിരിക്കുന്നൊരു കഥാപാത്രമാണോ? കുമാരേട്ടൻ പറയാത്ത കഥ എന്ന് പറഞ്ഞ ഒരു കഥ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എഴുതി തുടങ്ങിയതാ, കുറച്ച് ഭാഗം എഴുതി. അത് ഞാൻ ഒരിക്കൽ സത്യനോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് നമുക്ക് സിനിമയാക്കാം. അങ്ങനെയാണ് ആ കഥ സിനിമയാവുന്നത്. സത്യൻ വളരെ മനോഹരമായിട്ട് ചെയ്ത പടമാണ്. സത്യം വല്ലാണ്ട് അധ്വാനിച്ചിരുന്നു ആ പടം ചെയ്യാൻ, എനിക്കറിയാം. പക്ഷെ അത് കാലങ്ങളൊക്കെ അതിജീവിച്ച് ഇപ്പോഴും ഉണ്ട്, മുൻപിലുണ്ട്.
ആളുകൾ ഇപ്പോഴും ആ ഉണ്ട്, സിനിമ ഉണ്ട്. ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ചർച്ച ചെയ്യുന്നുണ്ട്. എന്നോട് മിക്കവാറും ഈ സിനിമകളൊക്കെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു 10-20 മെസ്സേജ് ഒക്കെ വരും. ഞാൻ ചിലതൊക്കെ സത്യമായിട്ട് ഷെയർ ചെയ്യും. ഈ പിൻഗാമി തിയേറ്ററിൽ കണ്ടപ്പം എഴുതിയ ഒരു സിനിമ, ആ എഴുതുമ്പോ ഉണ്ടായിരുന്ന അതേ ഫീല് തന്നെ തിയേറ്ററിൽ കണ്ടപ്പോഴും അതിനേക്കാളും നല്ല ഫീലിംഗ് ആയിരുന്നു. എഴുതിയത് ഞാൻ പിൻഗാമി ഞാൻ എഴുതിയത് തൃശ്ശൂര് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ടാണ്. 15 ദിവസമായിട്ട് എടുത്തിട്ടുള്ളൂ. സത്യൻ ദിവസവും വരും, അത് എഴുതിയിടത്തോളം വായിക്കും, കുറെ സംസാരിക്കും. ഞാൻ ഒറ്റ സ്ട്രെച്ചിന് അതങ്ങ് എഴുതിയതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു തിരക്കഥയാണ്. പിന്നെ അതിൽ ഞാൻ ഈ ത്രില്ലറിനേക്കാൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഫാമിലി, അവരുടെ കുടുംബത്തിനാണ്. പിന്നെ എഴുതുമ്പോഴും നമ്മുടെ ചില കഥാപാത്രങ്ങളൊക്കെ വരും. അങ്ങനെ വന്നാണ് മുത്തപ്പൻ എന്നുള്ള കഥാപാത്രം, ശങ്കരാടിയുടെ. ആ സീൻ ശങ്കരാടിനെ കാണുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു വാത്സല്യം തോന്നും. പെയിൻഫുൾ ആണ്. ചില സീക്വൻസ് ഒക്കെ എഴുതുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ. ഞാനിങ്ങനെ ഇരുന്ന് എഴുതും. പക്ഷെ വേണ്ട രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്ന് തോന്നിയോ? അറിയില്ല എനിക്ക് അതിന്. പക്ഷെ അത് നഷ്ടമൊന്നുമല്ല, അതാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെ ആരും ഒരു പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടില്ല. സത്യൻ അന്തിക്കാടുമായുള്ള സൗഹൃദത്തെ വിശേഷിപ്പിച്ചത് അവൻ എൻ്റെ ഒറ്റ പൂമരക്കാടാണ് എന്നാണ്. ആ സൗഹൃദത്തിനെ കുറിച്ച് മുന്നേ പറഞ്ഞു, ഞാൻ എഴുതിയത് എന്നേക്കാൾ ഞാൻ കാണുന്നതിലും മികച്ച രീതിയിലാണ് സിനിമയായിട്ട് വരുമ്പോ കാണാറുള്ളത്. ഈ സൗഹൃദത്തെ പറ്റിയൊക്കെ എന്താ പറയുക? അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഒറ്റ പൂമരക്കാടാണ്? അത് സത്യനെ പോലെ സത്യം മാത്രമേ ഉള്ളൂ ആ സൗഹൃദത്തിന്. അതാണ് എപ്പോഴും കാണാറില്ലെങ്കിലും എപ്പോഴും കൂടെ ഉള്ള പോലത്തെ തോന്നും നമ്മൾക്ക്. എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ സേനൻ, സത്യൻ, സിബി ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഏറ്റവും സന്തോഷം തോന്നുന്നത് സത്യന്റെ മകന്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചു. മകൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം. അപ്പോഴ് ഒരു അത്ഭുതം ഉണ്ടായി എനിക്ക്. ഞാൻ ആ ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ അത് അവിടെ ഒരു അമ്പലത്തിലായിരുന്നു ഷൂട്ടിങ്. അമ്പലത്തിൽ ഞാനൊരു നമ്പൂതിരിയാണ്. അപ്പം ഹോമം ചെയ്ത സംഭവമൊക്കെ ഉണ്ട് അതിനകത്ത്. പെട്ടെന്ന് ഞാൻ ഓർത്തത്, ആ അമ്പലം ഒരു ശിവക്ഷേത്രമാണ്. സാധാരണ ഈ ഷൂട്ടിംഗ് നടക്കുന്നത് ഞങ്ങൾ സെറ്റ് ഇട്ടിട്ടൊക്കെയാണ് അതൊക്കെ ചെയ്യുക. പക്ഷെ ശരിക്കുള്ളൊരു പൂജ നടക്കുന്ന ഒരു അമ്പലത്തിനകത്ത് ഒരു ഹോമം നടത്തുന്ന ഒരു ഇതൊക്കെ ഇട്ടിട്ട് ക്യാമറ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ അത് സാധാരണ സംഭവിക്കാത്തതാണ്. അതിന് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് 2 നമ്പൂതിരിമാരൊക്കെ വരിക, ഹോമം ചെയ്തുകൊണ്ടിരുന്ന. അവിടെ ഞാൻ പെട്ടെന്ന് ഓർത്തത്, എനിക്ക് കിട്ടിയൊരു രസമല്ലേ, അതൊരു വലിയൊരു ഭാഗ്യമല്ലേ അത്. മാത്രമല്ല, ഞാൻ സത്യന്റെ പടങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഷൂട്ടിംഗ് സമയത്തൊക്കെ പരിചയപ്പെട്ട ചെറിയ 2-3 കുട്ടികള്, സത്യന്റെ മക്കളിലെ ഒരാളാണ് എൻ്റെ ഡയറക്ടർ. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഒപ്പം പഠിച്ച് ഒപ്പം വളർന്ന ആൾക്കാരുടെ മക്കളുടെ കൂടെ വീണ്ടും വളരാനുള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നതും, അവരുടെ ഉള്ളിൽ നിന്നും പഠിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നതും, അവർ പറയുന്ന പോലെ നമ്മൾ പറയുന്ന കാര്യം നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമല്ലേ. അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോൻ വിളിക്കുന്നത് തന്നെ. മോൻ കോയമ്പത്തൂരുണ്ട്. അപ്പം മോൻ സംസാരിക്കും. മോൻ സത്യൻ അന്തിക്കാടിനെ കണ്ടിട്ടില്ല, സത്യൻ അന്തിക്കാടിന്റെ മകനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അവനോട് പറയാണ്, അച്ഛൻ്റെ കൂടെ പണ്ട് അച്ഛൻ വർക്ക് ചെയ്ത ഒരാളുടെ മകൻ്റെ കൂടെയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം അവൻ പറയണ എന്നോട്, അച്ഛാ ഒപ്പം ഉണ്ടായ ആളുടെ കൂടെ മകൻ്റെ കൂടെ കുട്ടികളുടെ അവരുടെ മകൻ്റെ കൂടെ അല്ല മക്കളുടെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ കിട്ടുന്നത് ഭയങ്കര രസമല്ലേ. ഞാൻ എന്താണോ കണ്ടത് അത് തന്നെ എൻ്റെ മോൻ തിരിച്ചു പറയാണ്. ഞാൻ അപ്പം തന്നെ അത് എഴുതി ഒരു കുറിപ്പായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. അത് ഇങ്ങനത്തെ ചില സംഗതികളുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ. ഇത് നമുക്ക് ഒരാളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളോട് സനിതയോട് പറയുമ്പോഴും ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് സത്യനായിട്ട് ചില സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ. ഞങ്ങളിനി എപ്പോഴും ചിലപ്പോൾ ഒരു പടം എഴുതില്ല എന്ന് വരും, ഒരു പടവും ചെയ്തില്ല എന്ന് വരാം.
ചിലപ്പോൾ ഇഷ്ടംപോലെ ചെയ്തു എന്ന് വരാം, ഒന്നും അറിയില്ല. പക്ഷെ ഇതൊരു ഒരിക്കലും വാടാത്ത, ഒരിക്കലും എന്താ പറയുക, വേറൊന്നും ഇതുപോലെ ഒന്നും ഇല്ല. അങ്ങനെയാണ്. ഇപ്പം ഞാൻ സത്യനോട് ആദ്യം പൊന്മുട താറാവ് സംസാരിക്കുന്ന സമയത്തും ആ ഷൂട്ടിംഗ് സമയത്തും ഞാൻ അനുഭവിച്ച ആനന്ദം എന്താണെന്ന് സത്യന് അറിയില്ല വാസ്തവത്തിൽ. അതുപോലെ അതിന്ന് എനിക്ക് സത്യന പടം ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അവൻ കാരണല്ലേ വന്നത്. പിന്നെ അവൻ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ മകനിലൂടെ ഞാൻ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മകൻ്റെ അടുത്ത് മുറിഞ്ഞു കിട്ടുന്ന വാക്കുകളിൽ നിന്ന് കിട്ടുന്നത് അച്ഛനും ഞാനും തമ്മിലുള്ളൊരു സൗഹൃദം അല്ലേ. അപ്പൊ ഇതൊക്കെ എവിടെയാ പറയാൻ പറ്റുക? സോ ബ്യൂട്ടിഫുൾ. പൂമരക്കാടിന് ഒറ്റ പൂമരക്കാടാണ്.